Hello my dear friends, welcome to Excellent YouTube channel. ഇന്ന് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരൊറ്റ സിംഗിൾ ലെസണിൽ നിന്ന് നിങ്ങൾക്ക് 6 to 8 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേയിലാണ് മിസ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഓവർവ്യൂ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പം നോക്കാം. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻ? ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഈ വിപ്ലവം നടന്ന വർഷമാണ് അല്ലേ. 1789 ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏത് വർഷമാണ് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഇൻ 1789. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു റവല്യൂഷൻ, ഇങ്ങനൊരു വിപ്ലവം വരാൻ കാരണം? അല്ലെങ്കിൽ വാട്ട് വാസ് ഇതിലൂടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രധാന സംഭവം എന്താണ്? ഇറ്റ് എൻഡഡ് ദ റൂൾ ഓഫ് മൊണാർക്കി ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ രാജഭരണം ഈ വിപ്ലവത്തോടു കൂടി നിർത്തലാക്കിയിട്ടുണ്ട്. ഇതിലൂടെ 3 ഐഡിയാസ് ആണ് കൺവേ ചെയ്യുന്നത്: ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വാതന്ത്ര്യം അല്ലേ, ഫ്രീഡം. ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സമത്വം, ഫ്രെറ്റേണിറ്റി സാഹോദര്യം അല്ലേ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഈ വിപ്ലവം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവം നടക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒരു 4 മാർക്കിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ? മെയിൻലി ഇതിനെ നമുക്ക് 4 പോയിന്റ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ 4 കോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റത്തേത് സോഷ്യൽ കോസ് ഉണ്ട്, പൊളിറ്റിക്കൽ കോസ് ഉണ്ട്, എക്കണോമിക് കോസ് ഉണ്ട്, അതുപോലെ ഇൻ്റലക്ച്വൽ കോസ്. അപ്പം ആദ്യം നമുക്ക് സോഷ്യൽ കോസിലേക്ക് നോക്കാം. എന്താണ് സോഷ്യൽ കോസ്? സോഷ്യൽ കാരണം എന്തായിരുന്നു? ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 എസ്റ്റേറ്റ്. നമ്മുടെ ഫ്രഞ്ച് സമൂഹത്തിനെ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ഏതാണ്? ക്ലർജി ആണ് അല്ലേ. നമ്മുടെ ചേർച്ചും അതിനോട് ബന്ധപ്പെട്ട ആളുകളും കിങ് ഒക്കെ ഉള്ള ഗ്രൂപ്പാണ് ഏത്? ക്ലർജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആണ് നൊബിലിറ്റി, നോബിൾസ്, പ്രഭുക്കന്മാരടങ്ങുന്ന ഗ്രൂപ്പാണ് നോബിൾസ്. അതുപോലെ കോമൺ പീപ്പിൾ. തേർഡ് എസ്റ്റേറ്റ് ആണ് ഇത്? കോമൺ പീപ്പിൾ. കോമൺ പീപ്പിളിലാണ് മെയിൻലി നമ്മുടെ പെസൻസ്, ഫാമർ അല്ലേ, പെസൻസ്, അതുപോലെ ആർട്ടിസൻസ്, ബിസിനസ്മാൻസ്, ചെറിയ ചെറിയ എംപ്ലോയീസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൺലി ദ തേർഡ് എസ്റ്റേറ്റ് പെയ്ഡ് ടാക്സസ്. ആകെ ആർക്ക് മാത്രം ടാക്സ് അടച്ചാൽ മതി? തേർഡ് എസ്റ്റേറ്റ് മാത്രമാണ് ടാക്സ്, നികുതി അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കി 2 എസ്റ്റേറ്റും ക്ലർജിയും നോബൽസും അതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. നമ്മളിവിടെ നോക്കണം, ക്ലർജിയും നോബൽസ് ആണ് ഇതിൽ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകൾ. അവർ 2 പേർക്കും എന്തുണ്ട്? ഇതിൽ ഇളവുണ്ട്. കോമൺ പീപ്പിൾ മാത്രം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഇതൊരു ഇനീക്വാലിറ്റി, അവിടെയുള്ള ജനങ്ങൾ ക്രിയേറ്റ് ചെയ്തു? ഒരു ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇതായിരുന്നു ഫസ്റ്റ് കോസ്, സോഷ്യൽ കോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോഷ്യൽ കോസിൽ വരുന്ന കാര്യം ഇതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എക്കണോമിക് കോസ് ആണ്. എന്തായിരുന്നു അവിടുത്തെ സാമ്പത്തിക കാരണം? France faced financial crisis, costly wars, luxurious life of King Louis XVI, heavy taxation on common people. ഫ്രാൻസ് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നു. മെയിൻലി എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് കോസ്റ്റ്ലി വാർസ് ആണ്. നല്ല കോസ്റ്റ്ലി വാറുകൾ, യുദ്ധങ്ങൾ അവർ നടത്തിയിരുന്നു. അതുപോലെ ലക്ഷൂറിയസ് ലൈഫ് ഓഫ് കിങ് ലൂയിസ് 16, ലൂയിസ് 16 ജീവിതം, നല്ല രീതിയിലുള്ള ആർഭാട ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. അതുപോലെ ഹെവി ടാക്സേഷൻ ഓൺ കോമൺ പീപ്പിൾ. ഹെവി ടാക്സേഷൻ മെയിൻലി കോമൺ പീപ്പിൾ, നമ്മൾ പറഞ്ഞു ടാക്സ്, നികുതി അടയ്ക്കേണ്ടത് ആര് മാത്രമാണ്? കോമൺ പീപ്പിൾ ആണ്. ഈ കോമൺ പീപ്പിളിൻ്റെ മുകളിൽ സാധാ ടാക്സ് ആണോ ചുമത്തിയത്? അല്ല, ഹെവി ടാക്സേഷൻ ആണ്. വലിയ നല്ല അവർക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ടാക്സുകളാണ് അവരുടെ മേലെ ചുമത്തിയിരുന്നത്. ഇതായിരുന്നു എക്കണോമിക് കോസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കോഴ്സാണ് പൊളിറ്റിക്കൽ കോഴ്സ്. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആബ്സല്യൂട്ട് മൊണാർക്കി. അവിടെയുള്ള ഭരണ സംവിധാനം എന്തായിരുന്നു? ആബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്നു, രാജഭരണമായിരുന്നു. ഓക്കെ, കംപ്ലീറ്റ് കൃത്യമായിട്ടുള്ള രാജഭരണമായിരുന്നു. അവിടെ ആർക്ക് സ്വാതന്ത്ര്യമില്ല, ആരുടെ പാർട്ടിസിപ്പേഷൻ തീരെ കാണാനില്ല. ജനങ്ങളുടെ നോ പാർട്ടിസിപ്പേഷൻ ഫോർ പീപ്പിൾ. ജനങ്ങൾക്ക് അവിടെ ഒരു
അവകാശമോ ഒരു പവറോ അവിടെ ഇല്ല. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം വരെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ എസ്റ്റേറ്റ് ജനറൽസ് നോട്ട് കോൾഡ് ഫോർ ഇയേഴ്സ്, അവരുടെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഈ എസ്റ്റേറ്റ് ജനറൽസ് കുറേ കാലങ്ങളായിട്ട് എന്തും നടത്തിയിട്ടില്ല, ഒരു മീറ്റിംഗ് പോലും നടത്തിയിട്ടില്ല. അതും മറ്റൊരു കാരണമാണ്. അപ്പോൾ പൊളിറ്റിക്കൽ കോഴ്സിൽ വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? എബ്സല്യൂട്ട് മൊണാർക്കി, നോ പാർട്ടിസിപ്പേഷൻ ഫോർ പീപ്പിൾ, എസ്റ്റേറ്റ് ജനറൽസ് നോട്ട് കോൾഡ് ഫോർ ഇയേഴ്സ്. ഇനി നാലാമത്തെ കോഴ്സാണ് ഇൻ്റലക്ച്വൽ കോഴ്സ്. ഇൻ്റലക്ച്വൽ കോഴ്സിൽ നമ്മൾ പറയുന്ന മൂന്ന് എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് ഉണ്ട്. ഈ മെയിൻലി ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ചിന്തകൾ വന്ന അത് ജനങ്ങളിലേക്ക് എത്തിയ മൂന്ന് എഴുത്തുകാരല്ലേ, എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സ് ഉണ്ട്. ആരൊക്കെയാണത്? റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടയർ. ആരൊക്കെയാണ്? റൂസോ, മോണ്ടസ്ക്യൂ ആൻഡ് വോൾട്ടയർ. അപ്പോൾ ഇതാണ് ഇൻ്റലക്ച്വൽ കോഴ്സിൽ വരുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ കാരണങ്ങൾ അല്ലേ, കോഴ്സസ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉണ്ടായിട്ടുള്ള 4 കാരണങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? സോഷ്യൽ കോഴ്സിൽ വരുന്നത് എന്തായിരുന്നു? ഇനീക്വാലിറ്റി, കോമൺ പീപ്പിൾ മാത്രം ടാക്സ് അടയ്ക്കേണ്ടി വരിക, മറ്റ് 2 എസ്റ്റേറ്റ്സിനും അതിൽ നിന്ന് ഇളവ് നൽകുന്നത്. അപ്പോൾ ഒരു ഇനീക്വാലിറ്റി അവിടെ ഉണ്ടായി. എക്കണോമിക് കോഴ്സിൽ പറയുന്നത് അവിടെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. ഈ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ കാരണം എന്താണ്? അവിടുത്തെ രാജാവും അതുപോലെ യുദ്ധങ്ങളും അതൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് പൊളിറ്റിക്കൽ കോഴ്സാണ്. പൊളിറ്റിക്കൽ കോഴ്സിൽ പറയുന്നത് ആബ്സല്യൂട്ട് മൊണാർക്കി, ജനങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല. ഇതൊക്കെ ആബ്സല്യൂട്ട് മൊണാർക്കിയിൽ വരുന്നത്, മെയിൻലി പൊളിറ്റിക്കൽ കോഴ്സിൽ വരുന്നതാണ്. അതുപോലെ നാലാമത്തതാണ് ഇൻ്റലക്ച്വൽ കോഴ്സസ്. ഇൻ്റലക്ച്വൽ കോഴ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട എൻലൈറ്റ്മെൻറ്റ് തിങ്കേഴ്സിനെ കുറിച്ച് പഠിച്ചു. റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടയർ ആയിരുന്നു അന്നത്തെ പ്രധാന തിങ്കേഴ്സ്. ഇനി നമ്മൾ പഠിക്കേണ്ട ഫ്രഞ്ച് റവല്യൂഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നോക്കാം. ആദ്യത്തേത് തന്നെ മീറ്റിംഗ് ഓഫ് എസ്റ്റേറ്റ് ജനറൽസ്. 1789 മീറ്റിംഗ് ഓഫ് എസ്റ്റേറ്റ് ജനറൽ നടത്തി. തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ഈക്വൽ വോട്ടിംഗ് ഫോംഡ് നാഷണൽ അസംബ്ലി. അല്ലേ, ഈ എസ്റ്റേറ്റ് ജനറൽസ് കുറേ കാലഘട്ടമായിട്ട് എന്താക്കിയിരുന്നില്ല, കുറേ വർഷങ്ങളായിട്ട് ഈ മീറ്റിങ്ങുകളൊന്നും നടത്തിയിരുന്നില്ല. പിന്നെ 1789 ഒരു മീറ്റിംഗ് നടത്തി. ഈ മീറ്റിങ്ങിൽ നമ്മുടെ തേർഡ് എസ്റ്റേറ്റ് ഒരു ഡിമാൻഡ് വെച്ചു. എന്താണ്? ഈക്വൽ വോട്ടിംഗ് എന്നൊരു സംഭവം ഇവിടെ തുടങ്ങണമെന്ന്. കാരണം മെയിൻലി അവിടെയുള്ള വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നോക്കുകയാണെങ്കിൽ ക്ലർജി 3 വോട്ട്സ് ആണുള്ളത്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വീതമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മെയിൻലി എല്ലാ പ്രശ്നമുള്ളത് ആർക്ക് മാത്രമാണ്? നമ്മുടെ കോമണേഴ്സിന് മാത്രമാണ്, കോമൺ പീപ്പിളിന് മാത്രമാണ്. അപ്പം മെയിൻലി എപ്പോഴും 2 വോട്ട്, മെജോറിറ്റി വോട്ട് ആരിൽ പോവും? ക്ലർജി നോബൽസിനും പോവും. അപ്പോൾ ഇവരുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവർ തേർഡ് എസ്റ്റേറ്റ് ഒരു ഡിമാൻഡ് കൊണ്ടുവന്നു. എന്താണ്? ഈക്വൽ വോട്ടിംഗ് എന്നൊരു സമ്പ്രദായം കൊണ്ടുവരണം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും, ഓരോ ജനങ്ങൾക്കും, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വോട്ട് ഉണ്ടാവണം എന്നൊരു ഡിമാൻഡ് അവരെ അവിടേക്ക് മുന്നോട്ട് വെച്ചു. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ അവർ കോമണേഴ്സ് മാത്രമായിട്ട് ഒരു അസംബ്ലി സ്റ്റാർട്ട് ചെയ്തു. ദേ ഫോംഡ് എ നാഷണൽ അസംബ്ലി. രണ്ടാമത്തെ നല്ല പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആണ് ടെന്നീസ് കോർട്ട് ഓത്ത്. മെമ്പേഴ്സ് ഡിസൈഡഡ് ടു ഫ്രെയിം കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ടെന്നീസ് കോർട്ട് ഓത്തിൽ അതിലൂടെയാണ് നമ്മുടെ മെമ്പേഴ്സ്, ഈ നാഷണൽ അസംബ്ലിയിലുള്ള മെമ്പേഴ്സ്, കോമണേഴ്സ് എന്ത് ഡിസൈഡ് ചെയ്തു? നമ്മുടെ ഫ്രാൻസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാവണം എന്നൊരു ഒരു ആഗ്രഹം അവരിലേക്ക് എത്തുന്നത്. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തു, ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് അവർ ഡിസൈഡ് ചെയ്തു എന്ത്? ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെ ഇവൻ്റ് ആയിരുന്നു സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റൈൽസ്, ജൂലൈ 14, 1789. ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റൈൽ. എന്തായിരുന്നു ബാസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? ഫ്രാൻസിലുള്ള ഒരു പ്രിസൺ ആണ്. അവിടെയുള്ള മെയിൻലി ഈ രാജാക്കന്മാരുടെ പ്രശ്നം ആയിരുന്നു. അത് എന്തിനെ സിമ്പിളായിരുന്നു? മെയിൻലി ഈ അൺഈക്വാളിറ്റിയൊക്കെ കാണിക്കുന്ന ഒരു സിമ്പിൾ. അതിനെ എന്തിനെ കാണിച്ചു? ഈ ബാസ്റ്റൽ സ്റ്റോമിങ് എന്തിനെ സിമ്പിളായിട്ട് പറയാണ്? ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിളായിട്ട് പറയുന്നുണ്ട്. എന്താ ചെയ്തത്? കോമണേഴ്സ് എന്ത് ചെയ്തു? ദേ അറ്റാക്ട്, അല്ലേ, പ്രസന്റ് അറ്റാക്ട് ബൈ പീപ്പിൾ. കോമണേഴ്സ് അത് സ്റ്റോം ചെയ്യുകയാണ് ചെയ്തത്, കത്തിക്കുകയാണ് ചെയ്തത്. ഫ്രഞ്ച് റെവല്യൂഷന് നാലാമത്തെ കാരണം ഇവൻ്റ് പറയുന്നത് അബോളിഷൻ ഓഫ് ഫ്യൂഡലിസം ആണ്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ക്ലേർജിൻ്റെയും നോബിൾസിൻ്റെയും ഒക്കെ പ്രിവിലേജസ് ഇതിലൂടെ എൻഡ് ചെയ്യാണ്, അവസാനിക്കുകയാണ് ചെയ്തത്. അതാണ് നാലാമത്തെ ഇവൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അഞ്ചാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ. അവിടെയുള്ള ജനങ്ങൾക്ക്, ഇൻഡിവിജ്വലിന് എന്ത് റൈറ്റ്സ് കൊണ്ടുവന്നു? എന്തിനൊക്കെ? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇതായിരുന്നു 5th.
ആറാമത്തെ ഇവന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റൈസ് ഓഫ് ജാക്കബിൻസ് ആൻഡ് റെയിൻ ഓഫ് ടെറർ ആണ്. ഈ ഭാഗവും നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ജാക്കബിൻസിന്റെ റൈസും അതുപോലെ റെയിൻ ഓഫ് ടെറർ ലെഡ് ബൈ റോബസ്ഫിയർ. അതിലൂടെ കിങ് ലൂയിസ് 16 എന്താകുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് റൈസ് ഓഫ് നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് റവല്യൂഷനിലെ ഏറ്റവും വലിയ നേതാവ് നമ്മൾ പറയുന്ന നെപ്പോളിയനിലെ നെപ്പോളിയൻ്റെ വരവാണ്. ഇതിലൂടെ എൻഡ് ഓഫ് റെവല്യൂഷൻ ഫേസ്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെത്തി. ഇതിലൂടെ സ്പ്രെഡ് ഐഡിയാസ് അക്രോസ് യൂറോപ്പ്, പല ഐഡിയാസും യൂറോപ്പ് മൊത്തം, മെയിൻലി ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഐഡിയാസ് മൊത്തം യൂറോപ്പിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് പടരാൻ തുടങ്ങി. ആളുകൾ അവിടെയും റവല്യൂഷൻ വിപ്ലവങ്ങൾ ഉണ്ടാക്കാനുള്ളത് ഒരു കാരണം കൂടിയാണിത്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് റിസൾട്ട്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയായിരുന്നു നോക്കാം. മെയിൻലി നമുക്കൊരു 5 റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, എൻഡ് ഓഫ് ആബ്സല്യൂട്ട് മൊണാർക്കി, രാജഭരണം ഈ ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി അവസാനിച്ചു. അതായിരുന്നു അവസാനം അല്ലേ, എൻഡ് ഓഫ് ആബ്സല്യൂട്ട് മൊണാർക്കി. രണ്ടാമത്തത് ഡെമോക്രസിയുടെ വളർച്ച, ഗ്രോത്ത് ഓഫ് ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ, ജനാധിപത്യം അല്ലേ, ജനങ്ങൾക്ക് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഡെമോക്രസി വളരാൻ തുടങ്ങി. ഹ്യൂമൻ റൈറ്റ്സ് ബിക്കെയിം ഇമ്പോർട്ടൻറ്റ്, മനുഷ്യരുടെ അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ റവല്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറി എന്ത്, ഫ്രഞ്ച് റവല്യൂഷൻ. ഇൻസ്പയർഡ് അതർ റവല്യൂഷൻസ് ആൻഡ് അതുപോലെ തന്നെ റൈസ് ഓഫ് നാഷണലിസം അല്ലേ, ദേശത്തിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് മെയിൻലി ഫ്രഞ്ച് റവല്യൂഷൻ്റെ റിസൾട്ട്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ചാപ്റ്റർ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മതി നിങ്ങൾക്ക് ഇതിനെ ഒരു ഓവർവ്യൂ കിട്ടാൻ അല്ലേ. ഇതിലൂടെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.